സഞ്ജുവിനെ ചാമ്പ്യൻസ് ട്രോഫി എടുക്കാത്തതാണല്ലോ ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഉണ്ട്. അതായത് ഈ വിജയസായി ട്രോഫി കളിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് സഞ്ജുവിനെ ടീമിലെടുക്കാത്തതെന്ന് സെലക്ടർമാർ പറഞ്ഞിട്ടില്ല, കോച്ച് പറഞ്ഞിട്ടില്ല, ക്യാപ്റ്റൻ പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ അതൊരു മാനദണ്ഡം ആയിരിക്കാം എന്നുള്ളതാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. സഞ്ജുവിനെ ടീമിലെടുക്കാത്തത് വിജയസായി അല്ലെങ്കിൽ അതായത് ഋഷഭ് പന്താണ് ശരിക്കും സഞ്ജുവിനേക്കാൾ നല്ല ബാറ്റർ, അല്ലെങ്കിൽ നല്ല പെർഫോമൻസ്, നല്ല ഫോം എന്നൊക്കെ ആയിരിക്കണമല്ലോ വാദം. അപ്പോൾ ശരിക്കും അത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ സഞ്ജു ആകെ ഏകദിനം 16 റൺ കളിച്ചിട്ടുണ്ട്. 16 ഏകദിനം കളിച്ചിട്ട് 510 റൺസ്, ഏകദേശം 100 സ്ട്രൈക്ക് റേറ്റ്, 99.6 അങ്ങാണ്ടാണ് സ്ട്രൈക്ക് റേറ്റ്. അതിൽ തന്നെ 2 മാൻ ഓഫ് ദി മാച്ച് ഉണ്ട്. ഒരെണ്ണം ദക്ഷിണാഫ്രിക്കയെ പോയി ലാസ്റ്റ് കളിച്ച് ടീമിനെ ജയിപ്പിച്ച് സെഞ്ചുറി അടിച്ച കളിയിൽ കിട്ടിയ മാൻ ഓഫ് ദി മാച്ചാണ്. ഒരെണ്ണം എനിക്ക് തോന്നുന്നു വെസ്റ്റ് ഇൻഡീസിനെതിരാണെന്ന് തോന്നുന്നു, അതും വെസ്റ്റ് ഇൻഡീസിൽ പോയി അടിച്ച മാൻ ഓഫ് ദി മാച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ ഫൈൻ, എന്തായാലും 2 മാൻ ഓഫ് ദി മാച്ച് ഉണ്ട്. ഇനി ഋഷഭ് പന്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഋഷഭ് പന്ത് സഞ്ജുവിൻ്റെ ഇരട്ടി ഏകദിനം കളിച്ചിട്ടുണ്ട്. ഏകദേശം 31 എണ്ണം കളിച്ചു. സഞ്ജു 16 എണ്ണം കളിച്ചു, ഋഷഭ് പന്ത് 31 എണ്ണം കളിച്ചു. ഋഷഭ് പന്ത് ആകെ എടുത്ത് 871 റൺസും, ആവറേജ് 33 കണ്ടാണ്. സഞ്ജുവിൻ്റെ ആവറേജ് 55. ഓക്കെ, ഋഷഭ് പന്തിൻ്റെ ആവറേജ് 33. ഋഷഭ് പന്തിൻ്റെ ആവറേജ് ബെറ്ററാണ്, സ്ട്രൈക്ക് റേറ്റ് ബെറ്ററാണ് 106. സഞ്ജുവിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 99.6 മാൻ ഓഫ് ദി മാച്ച്. പക്ഷേ ഋഷഭ് പന്തിൻ്റെ ഏകദിനത്തിൽ ഒറ്റണം പോലും ഇല്ല. ഋഷഭ് പന്ത് 2023 ശേഷം ആകെ ഇതുവരെ കളിച്ചത്, ഇപ്പോൾ 2025 ആകെ ഇതുവരെ കളിച്ചത് ഒറ്റ ഏകദിനമാണ് ശ്രീലങ്കയ്ക്കെതിരെ. ആ കളി എടുത്തത് 6 റൺസ്, 5 റൺസ് അങ്ങാണ്ട്. അപ്പം പ്യുവർലി കണക്കുകൾ പരിഗണിക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ ഭയങ്കര മുമ്പിലാണ് ഋഷഭ് പന്തിനേക്കാളും. പെർഫോമൻസ് വൈസ് സഞ്ജു ആണ് ബെറ്റർ, സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്നത്. വിജയസായി പരിഗണിച്ചില്ലെങ്കിൽ പോലും ഈ കാരണങ്ങൾ പരിഗണിച്ചെങ്കിലും സഞ്ജുവിനെ വളരെ ഈസി ആയിട്ട് ഋഷഭ് പന്തിന് മുകളിൽ ടീമിലെടുക്കാമായിരുന്നു. പക്ഷേ സെലക്ടർമാർ അത് ചെയ്തില്ല. ഇനി വിജയസായി ഒരു മാനദണ്ഡം ആണെങ്കിൽ, വിജയസായി പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അംഗങ്ങളിൽ ഈ സീസൺ വിജയസായി ട്രോഫി കളിച്ചത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അക്ഷർ പട്ടേൽ, ഹാർദിക് പാണ്ഡ്യ, മുഹമ്മദ് ഷമി, അങ്ങനെ വളരെ കുറച്ച് പേരേ ഉള്ളൂ. പിന്നെ അതിൽ കുറേ പേര് ഓസ്ട്രേലിയൻ പര്യടനത്തിലായിരുന്നു, മറ്റേ ബോർഡർ ഗവാസ്കർ ട്രോഫി ഇല്ല, അതുകൊണ്ട് അവർ കളിച്ചില്ല. പക്ഷേ ഒരാ സമയത്ത് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കളിച്ചിട്ടില്ലായിരുന്നെങ്കിൽ പോലും ഈ പറഞ്ഞ സീനിയർ പ്ലെയേഴ്സോ അല്ലെങ്കിൽ ഋഷഭ് പന്തോ അങ്ങനെ ആരും വിജയസായി ട്രോഫി കളിച്ചോണമെന്നില്ല. ഇത് കളിച്ചവർ വളരെ കുറച്ചാണ്. പിന്നെ ഈ സഞ്ജുവും കെ സി ആയിട്ടുള്ള ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രധാനമായിട്ടും വർക്ക് ചെയ്തത് ഈഗോയാണ് രണ്ടുപേരുടെയും, കെ സിയുടെയും സഞ്ജുവിൻ്റെയും. കെ സിയുടെ പ്രസിഡന്റ് ജയേഷ് ജോർജ് നേരത്തെ BCCIയുടെ ജോയിൻറ്റ് സെക്രട്ടറിയൊക്കെ ആയിട്ട് പ്രവർത്തിച്ച ആളാണ്. അപ്പം BCCIയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ജയേഷ് ജോർജ് അടങ്ങുന്ന ഒരു അസോസിയേഷനിലേക്ക് ഒരു കളിക്കാരൻ, ഞാൻ കെ സിയുടെ വശം പറയുകയാണ്, ഒരു കളിക്കാരൻ ഞാൻ ക്യാമ്പിൽ പങ്കെടുക്കുന്നില്ല എന്ന് ഒരു വരി മെയിൽ അയക്കുന്നു. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് ഞാൻ കളിക്കാൻ റെഡിയാണ് എന്ന് വീണ്ടും ഒരു മെയിൽ അയക്കുന്നു. അതിവരുടെ ഈഗോ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അത് ശരി, ഒരു കളിക്കാരൻ നമുക്കിങ്ങനെ മെയിൽ അയക്കുന്നു, അത് ശരിയല്ലല്ലോ എന്നുള്ള ഒരു സാധനം. സഞ്ജുവിൻ്റെ കാര്യമാണെങ്കിൽ സഞ്ജു IPL ടീമിൻ്റെ ക്യാപ്റ്റനാണ്, നാഷണൽ ടീമിൽ കളിക്കുന്നുണ്ട്, സ്ഥിരമായിട്ട് കളിക്കുന്നുണ്ട്, ഒരു ഭയങ്കര ഫോമിലാണ്, അങ്ങനെ അഡ്രസ്സ് ഉണ്ടായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ സഞ്ജുവിന് കൂടുതൽ വിശദീകരണങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ലാതെ തോന്നിക്കാണും. ഓക്കെ, ഞാൻ കളിക്കാൻ ഉണ്ടാവില്ല എന്ന് ഒരു മെയിൽ അയക്കുന്നു. അതിനുശേഷം കളിക്കാൻ റെഡിയായി, അല്ലെങ്കിൽ പരിക്കോ അങ്ങനെ എന്തെങ്കിലും സാധനം, അല്ലെങ്കിൽ മെൻ്റലി റെഡിയാവുന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ ഓക്കെ ഞാൻ റെഡിയാണ് എന്ന് വായിക്കുന്നു. അതിൽ കൂടുതൽ വിശദീകരണം കൊടുക്കാൻ താൻ സന്നദ്ധനല്ല, അല്ലെങ്കിൽ താൻ ബാധ്യസ്ഥനല്ല എന്നൊരു ഈഗോ സാധനം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ഇത് പുറത്തുനിന്ന് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതിനകത്ത് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. ഇത് വളരെ ഇതിൻ്റെ മുന്നിലെ ലോജിക്കൽ സാധനങ്ങൾ മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വിജയസായി ട്രോഫി ടീമിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് പറയുന്നതും, തോന്നുമ്പോൾ ഒന്ന് കളിച്ചിട്ട് പോകാനുള്ളതല്ല കേരള ക്രിക്കറ്റ് ടീം എന്ന് പറയുന്നതും KCയുടെ ഒരു ധാർഷ്ട്യമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്.
അപ്പം ഇന്ത്യൻ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന നാഷണൽ ടീമിലെ സ്ഥിര സാന്നിധ്യം T20-യിലെങ്കിലും സ്ഥിര സാന്നിധ്യം ആയിക്കഴിഞ്ഞ സഞ്ജു സാംസൺ എന്നൊരു പ്ലെയർ എന്താ പറയുന്ന കേരള ടീമിൽ കളിക്കുക എന്നുള്ളത് കേരള അസോസിയേഷനും അല്ലെങ്കിൽ കേരള ടീമിനും ഒരു ബെനിഫിറ്റ് ആവുന്ന ഒരു സാധനമാണ്. അപ്പം സഞ്ജു തന്നെ എത്രയോ കേരള പ്ലെയേഴ്സിനെ ട്രയൽസിന് കൊണ്ടുപോയിട്ടുണ്ട് രാജസ്ഥാൻ റോയൽസിലേക്ക്. കഴിഞ്ഞ തവണയും ഷോൺ ജോർജ് അടക്കമുള്ള ആൾക്കാർ കൊണ്ടുവരുന്നു. അവർ ട്രയൽസിൽ പോയി ടീം മാനേജ്മെൻറ്റിനെ അല്ലെങ്കിൽ കോച്ചസിനെ ഇമ്പ്രസ് ചെയ്യിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്, സഞ്ജുവിൻ്റെ അല്ല. സഞ്ജുവിന് ട്രയൽസിന് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരമൊരു പ്ലെയർ അസോസിയേഷനിൽ ഉണ്ടായിരിക്കുക, കളിക്കുക എന്നുള്ളത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെയും കൂടെ ഒരു ആവശ്യമാണ്. അപ്പോൾ അവിടെ ഈ മത്സരം പിടിച്ച് നിന്ന് കളിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് ഇങ്ങനെ ബ്ലണ്ടായിട്ട് കാര്യങ്ങൾ പറയുന്നതൊന്നും അത്ര ശരിയായിട്ടുള്ള നടപടിയല്ല. ഈ ഋഷഭ് പന്ത് സഞ്ജുവിന് മുകളിൽ എപ്പോഴും നാഷണൽ ടീം വരുമ്പോൾ എപ്പോഴും ഋഷഭ് പന്ത് സഞ്ജുവിന് മുമ്പിൽ പരിഗണിക്കപ്പെടുന്നതിന് ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു കാരണം, അതായത് രോഹിത് ശർമ്മ ക്യാപ്റ്റനായതിനു ശേഷം സഞ്ജുവിൻ്റെ പ്രകടനങ്ങൾ കുറേ കൂടെ നന്നായിട്ടുണ്ട്, ഏകദിനത്തിലും 2020-യിലെല്ലാം. അതിനുള്ള കാരണം ഈ രോഹിത് ശർമ്മ എന്നുള്ള ക്യാപ്റ്റൻ തന്നെയാണ്. രോഹിത് ശർമ്മ ഒരു ടെംപ്ലേറ്റഡ് ക്യാപ്റ്റനാണ്. ടെംപ്ലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഹിത് ശർമ്മയ്ക്ക് ഒരു ഫോർമുലയുണ്ട്, 1, 2, 3 ഫോർമുലകളുണ്ട്. ആ ഫോർമുലയ്ക്കകത്ത് നിന്നുകൊണ്ടാണ് പുള്ളി കളി മുമ്പോട്ട് കൊണ്ടുപോകുന്നതും ടീം എടുക്കുന്നതും അങ്ങനെയൊക്കെ. ഇപ്പോൾ ആ ഫോർമുലയ്ക്കകത്ത് പെടുന്ന പ്ലെയറാണ്, നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ട പ്ലെയറാണ് ഋഷഭ് പന്ത്, അത് ഏത് ഫോർമാറ്റ് ആണെങ്കിലും. അതുകൊണ്ടാണ് സഞ്ജുവിന് മുകളിൽ ഋഷഭ് പന്ത് എപ്പോഴും വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2020 വേൾഡ് കപ്പ് ഫൈനലിൽ സഞ്ജുവിനെ കളിപ്പിക്കുക എന്ന് ടീം മീറ്റിങ്ങിൽ തീരുമാനിച്ചിട്ട് അവസാന നിമിഷം, അതായത് കളിക്ക് തൊട്ട് മുമ്പ്, ടോസിന് തൊട്ട് മുമ്പ് സഞ്ജുവിനെ വിളിച്ച് രോഹിത് ശർമ്മ പറയുന്നു, ഇല്ല നമ്മൾ ഋഷഭ് പന്തുമായിട്ട് അതിനെ മുമ്പോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ സമയത്താണ് രോഹിത് ശർമ്മ തീരുമാനം മാറ്റുന്നത്. അതായത് അത്ര പോലും റിസ്ക് എടുക്കാനുള്ള, അത്ര പോലും എന്താ പറയുന്നത്, ഇൻസ്റ്റിങ്ക്റ്റിനെ പരിഗണിക്കാനുള്ള ഒരു ധൈര്യം രോഹിത് ശർമ്മയ്ക്കില്ല. 2007 2020 വേൾഡ് കപ്പ് ഫൈനലിൽ MS ധോനി യൂസുഫ് പത്താൻ ഓപ്പണറായി ഇറക്കി വിടുന്നുണ്ട്. അപ്പം ആ സീസണിൽ അല്ലെങ്കിൽ ആ വേൾഡ് കപ്പിൽ യൂസുഫ് പത്താൻ ആദ്യത്തെ കളിയായിരുന്നത്. അതിന് മുമ്പ് യൂസുഫ് പത്താനെ പറ്റി ആർക്കും അറിഞ്ഞൂടാ, പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ബോധ്യമില്ല യൂസുഫ് പത്താൻ ആരാണെന്നൊന്നും. പക്ഷേ MS ധോനി അങ്ങനെ ഒരു സാധനം ചെയ്തു, യൂസുഫ് പത്താൻ അതിൽ റണ്ണൗട്ടായി, അത് വേറെ കാര്യം. പക്ഷേ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MS ധോനി അങ്ങനത്തെ ഒരു ക്യാപ്റ്റനാണ്. പുള്ളി ഇൻസ്റ്റിങ്ക്റ്റിനെ വിശ്വസിക്കും, പുള്ളിക്കൊരു പ്ലാൻ ഉണ്ട്, അതിൻ്റെ കൂടെ പുള്ളി ഇൻസ്റ്റിങ്ക്റ്റിനെ വിശ്വസിക്കും, അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. പക്ഷേ രോഹിത് ശർമ്മയ്ക്ക് പ്ലാൻ മാത്രമേ ഉള്ളൂ, ഇൻസ്റ്റിങ്ക്റ്റ് ഇല്ല. ഇൻസ്റ്റിങ്ക്റ്റിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പുള്ളിക്ക് ഭയങ്കര പേടിയാണ്. പുള്ളിക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം, പുള്ളിക്കൊരു പ്ലാൻ ഉണ്ടാവും, ആ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും, അങ്ങനെ റിസൾട്ട് ഉണ്ടാവും, ആ ക്യാപ്റ്റൻസിക്ക് റിസൾട്ട് ഉണ്ടാവും. കാരണം സിസ്റ്റമാറ്റിക്കായിട്ട് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ നടപ്പിൽ വരുത്തുന്നതിലൂടെ ആ ക്യാപ്റ്റൻസി നല്ലതാണ്. പക്ഷേ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ഋഷഭ് പന്ത് ഒരുപാട് നാളായിട്ട് T20-യിൽ പരാജയമാണ്, ഏകദിനത്തിൽ അത്ര നല്ലതല്ല എന്ന സാധനങ്ങളൊക്കെ വളരെ എവിഡൻ്റായിട്ട് കണക്കുകൾ ഉൾപ്പെടെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ രോഹിത് ശർമ്മ ക്യാപ്റ്റനാവുന്ന ടീമുകളിലെല്ലാം ഋഷഭ് പന്ത് പരിഗണിക്കപ്പെടുന്നത്, സഞ്ജുവിന് മുകളിൽ പരിഗണിക്കപ്പെടുന്നതിനുള്ള കാരണം ഇതാണ്. ഇങ്ങനെ പല അവസരങ്ങളിലും രോഹിത് ശർമ്മ ഇൻസ്റ്റിങ്ക്റ്റിനെ മാറ്റി നിർത്തിയിട്ട് പ്രൂവൺ ഫോർമുല, അതിപ്പോൾ ആ മത്സരത്തിൽ പരാജയപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിൽ അതിന് മുമ്പുള്ള മത്സരങ്ങളിൽ പരാജയപ്പെട്ടതാണെങ്കിലും നേരത്തെ തീരുമാനിക്കപ്പെട്ട ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു പ്രൂവൺ ഫോർമുല, അത് പലപ്പോഴും പിന്തുടരുന്നത് പല സമയത്തും കണ്ടിട്ടുണ്ട്. അത് ചിലപ്പോഴൊക്കെ വിജയിക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ പരാജയപ്പെടാറുണ്ട്. ഋഷഭ് പന്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് കൂടുതലും പരാജയമാണെങ്കിലും രോഹിത് ശർമ്മയ്ക്ക് സഞ്ജുവിനെ പരിഗണിക്കുന്നതിലൊരു മടിയുണ്ട്, ഒരു പേടിയുണ്ട്. എങ്ങാനും അത് പരാജയപ്പെട്ടാലോ, ഋഷഭ് പന്താണെങ്കിൽ എങ്ങാനും അത് വിജയിച്ചാലോ എന്നുള്ളത് ആ ഋഷഭ് പന്തിലുള്ള വിശ്വാസം കാരണം കുറച്ച് മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ അതാണ് അതിനകത്തുള്ള ഒരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിനകത്ത് വേറൊരു രസകരമായിട്ടുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഋഷഭ് പന്തിന് ടീമിലെടുക്കാനുള്ള ഒരു കാരണം, ഈ ബാറ്റിംഗ് ടോപ്പ് ഓർഡറിൽ ലെഫ്റ്റ് ഹാൻഡറായിട്ടുള്ള ഒരേ ഒരു പ്ലെയർ ഋഷഭാണ്. ജയ്സ്വാൾ ബാക്കപ്പ് ഓപ്പണർ ആയതുകൊണ്ട്
ആ ടോപ്പ് ഓർഡറിൽ ഒരേ ഒരു ലെഫ്റ്റ് ഹാൻഡറാണ് ഋഷഭ് പന്ത്. അപ്പം ഒരു ടീം കോമ്പിനേഷൻ പരിഗണിക്കുമ്പോൾ ഒരു ലെഫ്റ്റ് ഹാൻഡ് ടോപ്പ് ഓർഡറിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് നല്ല സാധനമാണ്. പക്ഷേ അതിന് പുറത്തിരിക്കേണ്ടി വരുന്നത് അയാളെക്കാൾ നല്ല പ്ലെയർ ആയിട്ടുള്ള, നല്ല റെക്കോർഡുകളുള്ള, കണക്കുകളിൽ ബെറ്റർ ആയിട്ടുള്ള വേറൊരു പ്ലെയർ ഒരു തെറ്റും ചെയ്യാതെ പുറത്തിരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഭയങ്കര നീതികേടാണ്. അപ്പോൾ അവിടെ ഈ ലെഫ്റ്റ് ഹാൻഡർ എന്നുള്ള ഒരു പരിഗണന കൊണ്ട് ടീമിൽ ഉൾപ്പെടുക എന്നതും മോശമായിട്ടുള്ളൊരു കാര്യമാണ്.